ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ അക്വേറിയസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്ന മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് റീഡിങ്സ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഈ മാസം കുറേ ഓവർ ബുക്കിങ്സ് ഉണ്ട്. അപ്പോൾ ഈ മാസം ചിലപ്പോൾ അത്ര പേഴ്സണൽ റീഡിങ്സ് എനിക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അടുത്ത മാസത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴേ നിങ്ങൾ ബുക്ക് ചെയ്താൽ അത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ ജൂലൈ മാസത്തിന് വേണ്ടിയിട്ട് അഡ്വാൻസ് ബുക്കിങ്സ് ഓപ്പൺ ആണ്. അപ്പോൾ ബുക്ക് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ ചെക്ക് ചെയ്യണം വെച്ചാൽ എൻ്റെ അവിടെയും മെസ്സേജസ് ഞാൻ എല്ലാം ദിവസം ഓൾമോസ്റ്റ് ഇടാറുണ്ട്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്താൽ അവിടെ നിങ്ങൾക്ക് വേറെ തരത്തിലുള്ള മെസ്സേജസ് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ അവിടെ മെസ്സേജും ചെയ്യാം പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ. അപ്പോൾ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ മെസ്സേജസ്, നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, ഈ സിറ്റുവേഷൻ്റെ ഔട്ട്കം, ഇതൊക്കെ നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നുണ്ട് നിങ്ങളുടെ റീഡിങ്ങിൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. അപ്പോൾ അക്വേറിയസ്, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. നിങ്ങളുടെ ഓവറോൾ എനർജി 7 of Cups, നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി 10 of Pentacles, നിങ്ങളുടെ മ്യൂച്വൽ സിറ്റുവേഷൻ 7 of Swords, നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 3 of Pentacles, ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മൂൺ, നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ 3 of Cups ആണ്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ഇവിടെ Queen of Wands, നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ ഇവിടെ Knight of Pentacles, ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ഇവിടെ Page of Cups. ഔട്ട്കം ഈ സിറ്റുവേഷൻ്റെ ഔട്ട്കം ഈ സിറ്റുവേഷൻ്റെ ഈ കാർഡ്. അപ്പോൾ അക്വേറിയസ്, ഇത് 7 of Cups ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. അപ്പോൾ 7 of Cups ഒരു കൺഫ്യൂഷൻ്റെ എനർജിയാണ്, ഓപ്ഷൻസിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, കുറേ വേറെ പ്രയോറിറ്റീസ് ഉണ്ട്, വേറെ ടെംപ്റ്റേഷൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ റിലേഷൻഷിപ്പിൽ മാത്രം നിങ്ങളുടെ ഫോക്കസ് അല്ല, ഡിസ്ട്രാക്റ്റഡ് എനർജിയാണ്, കുറേ ക്ലാരിറ്റിയും ഇല്ല. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ എന്താ ഉണ്ടാവാൻ പോണേ, എന്താണ് ഫ്യൂച്ചറുള്ളത്, അതിൻ്റെ ഒന്നും ഒരു ക്ലാരിറ്റി ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും കുറച്ചൊരു ഇമോഷണലി ഡിസ്കണക്റ്റഡ് ആണ്. ഈ സിറ്റുവേഷന് നിങ്ങൾക്ക് ഒരു കണക്ഷൻ ഇല്ല, പറഞ്ഞാൽ അത്ര നിങ്ങൾ ഹാപ്പി അല്ല കറൻറ്റ് സിറ്റുവേഷനിൽ. നിങ്ങൾ ഡീൽ ചെയ്യണത് ഒരു വെർഗോ, ടോറസ്, കാപ്രിക്കോണിൻ്റെ കൂടെ ആയിരിക്കാം. നിങ്ങൾ രണ്ടാളും മാരീഡും ആവാം ചിലപ്പോൾ. പക്ഷേ ഡെഫിനറ്റ്ലി ഇവിടെ എന്തോ വേറെ ഓപ്ഷൻസിൻ്റെ എനർജിയും ഉണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ചിലവർക്ക് ഇവിടെ ഒരു ചീറ്റിങ്ങിൻ്റെ എനർജിയും കാണാണ്ട്. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി 10 of Pentacles ആണ്. അപ്പോൾ ഇതും ഒരു ഫാമിലി എനർജിയാണ്. പറഞ്ഞ പോലെ നിങ്ങൾ രണ്ടാളും ചിലപ്പോൾ മാരീഡ് ആയിരിക്കാം, ഒരു ഫാമിലി ഉണ്ടാവും. നിങ്ങളുടെ ഒരു വെയിറ്റിംഗ് എനർജി ഉണ്ട് 7 of Pentacles. ആൻഡ് ഇവിടെ ലവേഴ്സ് ഒരു സോൾമേറ്റ് കണക്ഷനാണ്. അപ്പോൾ ഇവരുടെ ലൈഫിൽ എന്തോ ഒരു ചോയ്സ് ഉണ്ടാവാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ലവേഴ്സ് ഒരു ചോയ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ ഞാൻ കാണുന്നത് ഒരു ചോയ്സ് ഉണ്ട്. ഈ പേഴ്സണിന് വേണ്ടിയിട്ട് അവർക്ക്
എന്താണ് വേണ്ടതെന്ന് അവരും വെയിറ്റ് ചെയ്യാണ് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കറൻറ്റ് സിറ്റുവേഷൻ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് 7 of Swords ആണ്. Ace of Cups ഉണ്ട് ഇവിടെ ആൻഡ് 2 of Cups ഉണ്ട്. അപ്പോൾ ഇവിടെ ലവ് ഉണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. പക്ഷെ എന്തോ ഒരു ഡിസെപ്ഷൻ ഉണ്ട്. നിങ്ങൾ രണ്ടാളും ഇഷ്യൂസിനെ സോൾവ് ചെയ്യാൻ പറ്റില്ല. എന്തോ ഒരു മാനിപ്പുലേഷൻ മാതിരി ഒരു എനർജി. നിങ്ങൾ രണ്ടാളും കൺഫ്രണ്ടും ചെയ്യണില്ല. പറഞ്ഞാൽ ഇത് ഇരുന്ന് സോൾവ് ചെയ്യാൻ പറ്റണ കാര്യമായിരിക്കാം, പക്ഷേ അതും നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തോ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു ശരിയല്ലാത്ത ഒരു എനർജി ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 3 of Pentacles ആണ്. 3 of Pentacles ഇവിടെ കൊലാബറേഷൻ്റെ എനർജിയാണ്, പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷനും ആവാം. പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ, ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജി. നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ ആക്ച്വലി ഒരുമിച്ച് ഈ സിറ്റുവേഷനെ ശരിയാക്കണം എന്നുണ്ട്, പക്ഷേ ഇവിടെ വേറെ ആൾക്കാരും ഇൻവോൾവ് ആണ്. ഇപ്പോൾ ഇത് ഫാമിലി മെമ്പേഴ്സ് ആവാം, അതല്ല വെച്ചാൽ ഫ്രണ്ട്സ് ഈ സിറ്റുവേഷനെ കൂടുതൽ യുനോ ഒരു പ്രോബ്ലം ആക്കണ എനർജിയും ആവാം. മൂൺ എനർജി ഉണ്ട് ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡീപ്പ് ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്. മൂൺ എനർജി പക്ഷേ സീക്രറ്റ്സുമാണ്. ഈ പേഴ്സൻ്റെ മനസ്സിൽ എന്തോ ഉണ്ട്, അവർ ഇതുവരെ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അവരുടെ ലൈഫിലും എന്തോ ഒരു സീക്രട്ട് ഉണ്ട്, അത് അവർ നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെ. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ ഒരു പുതിയ സ്റ്റേബിൾ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. അവർക്ക് ഈ സിറ്റുവേഷനിൽ കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടാവും, ഒരു പുതിയ ബിഗിനിങ് വേണം എന്നുണ്ടാവും, സ്റ്റെബിലിറ്റി കൊണ്ടുവരണം എന്നുണ്ടാവും. പക്ഷെ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും അവർ ഓപ്പണായി സംസാരിക്കാൻ അവർക്ക് പറ്റില്ല ഈ സമയത്ത്. അപ്പോൾ അവരുടെ ഇൻറ്റൻഷൻ ക്വീൻ ഓഫ് വോൺസ് ആണ്. ക്വീൻ ഓഫ് വോൺസ് എന്താണ് ഇവിടെ? ഹെർമിറ്റ് ആൻഡ് 8 of Wands. അപ്പോൾ ഹെർമിറ്റ് എനർജി ഇവിടെ കുറേ ഒരു വൈസ് പേഴ്സൻ്റെ എനർജിയാണ്, കുറേ ഒരു വിസ്ഡം ഉള്ള പേഴ്സൻ്റെ എനർജിയാണ്. ഇത് സെപ്പറേഷൻ്റെ എനർജിയും ആവാം. അപ്പോൾ ഒരു സെപ്പറേഷൻ കഴിഞ്ഞിട്ട് ഈ പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടാളും ഓൾറെഡി സെപ്പറേറ്റഡ് ആണ് വെച്ചാൽ ഇവരുടെ അടുത്തുനിന്ന് എന്തെങ്കിലും മെസ്സേജ് വരുന്നുണ്ടാവും. ഇവർ ഡെഫിനറ്റ്ലി നിങ്ങളെ കോൺടാക്ട് ചെയ്യും. നിങ്ങളുടെ ഇൻറ്റൻഷനും 3 of Cups ആണ്. അപ്പോൾ ഇതും ഒരു സെലിബ്രേഷൻ്റെ എനർജിയാണ്. നിങ്ങൾക്കും ഈ സിറ്റുവേഷനിൽ ഒരു റീകൺസിലിയേഷൻ വേണം എന്നുണ്ട്, പക്ഷേ ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്. മേ ബി ആദ്യം പറഞ്ഞ പോലെ തേർഡ് പാർട്ടി ആവാം. അപ്പോൾ ഈ സിറ്റുവേഷനിൽ തേർഡ് പാർട്ടി ഒരു അഫെയർ ആയിരിക്കാം, അതല്ല വെച്ചാൽ ഫാമിലി മെമ്പേഴ്സ് ആവാം, ഫ്രണ്ട്സ് ആവാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കൂടെ ശരിക്കും റീകൺസിലിയേഷൻ വേണം, പക്ഷേ ഇവിടെ എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട്, ഒരു തടസ്സമുണ്ട്. നിങ്ങളുടെ ആക്ഷൻസ് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ നിങ്ങൾ ആക്ച്വലി ഒരു ഹറിയിലല്ല, നിങ്ങൾക്കൊരു ധൃതിയൊന്നുമില്ല. മെല്ലെ കാര്യങ്ങൾ യുനോ ആലോചിച്ചിട്ട് നിങ്ങൾ ഇതിനെ സോൾവ് ചെയ്യാൻ നോക്കും. പക്ഷേ ഇവിടെ എന്തോ ഒരു വലിയ ചേഞ്ച് ഞാൻ കാണുന്നുണ്ട്, ഒരു വലിയ ബ്രേക്കപ്പ് മാതിരി ഒരു എനർജി ഉണ്ട്. കിങ് ഓഫ് കപ്സ് എന്താണ്? ഈ കിങ് ഓഫ് കപ്സിൻ്റെ എനർജി എംപ്രസ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ എന്തോ ഒരു വലിയ ചേഞ്ച് ഉണ്ടാവാൻ പോകുന്നുണ്ട്. നിങ്ങൾ പ്ലാൻ ചെയ്യണത് ഇത് മെല്ലെ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ആവും, ഓട്ടോമാറ്റിക്കലി എല്ലാം ശരിയാവും എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക. പക്ഷേ എന്തോ ഇവിടെ ഒരു വലിയ മാറ്റം വരാൻ പോകുന്നുണ്ട്. ആ മാറ്റം എന്താ വെച്ചാൽ മേ ബി നിങ്ങൾ രണ്ടാൾക്കും ഇത് കാര്യം സംസാരിച്ചിട്ടെല്ലാം സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതൊരു പോസിറ്റീവ് മാറ്റമായിരിക്കാം. അതല്ല വെച്ചാൽ ആദ്യം ഞാൻ കാണുന്നത് വേറെ ആൾക്കാർ ഇതിൽ ഇൻ്റർഫിയർ ചെയ്യണ എനർജിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എംപ്രസ് ഉണ്ട്, കിങ് ഓഫ് കപ്സ് ഉണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, ഇല്ല വെച്ചാൽ ഫ്രണ്ട്സ് ആവാം. ഈ പേഴ്സൻ്റെ ആക്ഷൻസിൽ പേജ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ അവർ നിങ്ങളോട് ഒരു സോറി പറയാൻ വേണ്ടിയിട്ട് മെസ്സേജ് ചെയ്യും, ഇല്ല വെച്ചാൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും ഒരു പുതിയ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട്. പക്ഷെ അവർ കുറേ സ്ട്രെസ്ഡ് ആണ്, അവർക്ക് അറിയില്ല നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട്. പക്ഷെ അവർ ഡെഫിനറ്റ്ലി നിങ്ങളെ അപ്രോച്ച് ചെയ്യും. ഇവിടെ ഔട്ട്കം കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ് ഇവിടെ ഔട്ട്കം ആയിട്ട്? ഏസ് ഓഫ് സോർഡ്സ്. അപ്പോൾ ഇവിടെ ഒരു പുതിയ ബിഗിനിങ്, ഒരു സ്റ്റാഗ്നേഷന് പുറത്ത് വരണ എനർജി ഉണ്ട്. ഒരു പേഴ്സൺ ഇവിടെ കുറേ ഇൻ ആൻഡ് ഔട്ട് ആയിരുന്നു, അതല്ല വെച്ചാൽ വേറെ അഫെയർസുള്ള എനർജി ഉണ്ട്. ഇവിടെ ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജി ഉണ്ട്. പക്ഷേ ആദ്യം അതൊരു അഫെയറിൻ്റെ എനർജിയാണ് എനിക്ക് കിട്ടണേ. പക്ഷേ നിങ്ങൾക്ക് ഇത് ഒക്കെ ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. അതും ഞാൻ ഇവിടെ ഒരു മെസ്സേജ് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ ഒറക്കിൾ മെസ്സേജ്?
ഹീലിംഗ് ഫാമിലി ഇഷ്യൂസ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എന്തോ ഒരു ഫാമിലി ഇഷ്യൂ ഉണ്ട് ഇവിടെ. തേർഡ് പാർട്ടിയിലെ ഫാമിലീസ് ആയിരിക്കാം നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ അതിൽ ഇൻറ്റർഫിയർ ചെയ്യണത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് അക്വേരിയസ്. ഇത് റെസൊനേറ്റ് ചെയ്ത് വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. പക്ഷേ ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഈ മാസം കുറേ ബുക്കിങ്സ് ഉണ്ട് ഓൾറെഡി. അപ്പോൾ നിങ്ങൾക്ക് ജൂലൈന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചുവരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.